മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹീറോ പ്രഷർ വണ്ടി. നമ്മളത് പൊല്യൂഷൻ പാസ്സാവുന്നില്ല പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, കാർബറേറ്റർ, പ്ലഗ് അതൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ പ്ലഗിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്ലഗ് നമുക്കത് മാറ്റണം. അപ്പോൾ പ്ലഗിൻ്റെ ഈ ഒരു പോയിൻ്റാണ് അത്യാവശ്യം പോയിൻ്റ് ഏകദേശം നല്ല രീതിയിൽ തേയ്മാനമുണ്ട്, നല്ല രീതിയിൽ ഗ്യാപ്പുണ്ട്. അപ്പോൾ പ്ലഗ് ഒന്ന് മാറ്റിയിടണം. അതുപോലെ കാർബറേറ്റർ ഒന്ന് കുറച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. കാർബറേറ്റർ ഫുള്ളായിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് കാർബറേറ്റർ. അതുപോലെ അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഈ സ്ലോ ജെറ്റ് മാറ്റണം. അതുപോലെ കാർബറേറ്റർ ഫുള്ളായിട്ടൊന്ന് ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വണ്ടി വന്നപ്പോഴുള്ള കാർബറേറ്ററാണ്, അപ്പോൾ അതിൻ്റേതായ പഴക്കം കാർബറേറ്ററിനുണ്ട്. അതിൻ്റെ പോട്ട് വാൾവ്, നമ്മൾ ഈ പോട്ട് വാൾവ് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ഈ കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്കത് ഓവർഫ്ലോ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൻ്റെ ഈ പോട്ട് വാൾവ് ഇവിടുത്തെ ഈ ഒരു തേയ്മാനം കാരണം കൊണ്ട് ചിലപ്പോൾ അതിനോട്ടായിട്ട് നമുക്ക് ചിലപ്പോൾ ഓവർഫ്ലോ ഒക്കെ വരാൻ ചാൻസ് കൂടുതലുണ്ട്. ആ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റാണ്, അത് ആ പഴക്കത്തിൻ്റേതായ കംപ്ലയിൻ്റാണ്. വേറെ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. എന്നിട്ട് ആ സ്റ്റോറേജൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ അതിൻ്റെ വേറൊരു കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെട്രോൾ ടാപ്പാണ്. ഈ ഇരിക്കുന്ന യൂണിറ്റൊക്കെ പെട്രോൾ ടാപ്പാണ്. കാർബറേറ്ററിലേക്ക് പെട്രോൾ വരുന്ന ടാപ്പാണ്. അത് വണ്ടി സ്റ്റാർട്ടിങ്ങിനാണ് നമുക്ക് വരാൻ പാടുള്ളൂ. ശരിക്കും അതായത് നോക്കുമ്പോൾ ഡയറക്റ്റ് അതിൽ പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി കാർബറേറ്ററിന് എന്തെങ്കിലും ഓവർഫ്ലോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടാങ്കിൻ്റെ ഉള്ളിലേക്കൊക്കെ പെട്രോൾ കംപ്ലീറ്റും പോകും. അപ്പോൾ നമുക്ക് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ആ ടാങ്കിൻ്റെ പെട്രോൾ ടാപ്പും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യേണ്ടി വരും. ഓവർഫ്ലോ കാണിച്ചു കഴിഞ്ഞാൽ ടാങ്കിലെ പെട്രോൾ കംപ്ലീറ്റും പോകും. ടാപ്പ് മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ അപ്പോൾ കാർബറേറ്ററിലെ പെട്രോൾ മാത്രം ഓവർഫ്ലോ ആയിട്ട് വരും. ബാക്കിയുള്ള പെട്രോൾ ടാങ്കിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, പിന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യാൻ പറയായിരുന്നു. സ്പീഡോമീറ്റർ കേബിളിൻ്റെ കംപ്ലൈൻ്റാണ്. അപ്പോൾ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. ബാക്കിലെ ഒരു ഈ ലൈറ്റ് ബൾബ് കത്തുന്നില്ല, അതൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ആ ഹെഡ് ലൈറ്റ് എന്ന സമയത്ത് ഒരു ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റാണ്. അതുകൂടി കൈയോടൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന്